കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 9. രചന ശാലിനി ഇ. സത്യപ്രതാപനും രേണുകയും ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ പുറത്തു തന്നെ പോലീസുണ്ടായിരുന്നു. അയാൾ നേരെ പോലീസുകാർക്കടുത്തേക്ക് നടന്നു. സാർ, സൂയിസൈഡിന് ശ്രമിച്ച ഒരു അമ്മയെയും മകളെയും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങളാരാ? സത്യപ്രതാപൻ ചോദിച്ച ഉടനെ സർക്കിൾ ഇൻസ്പെക്ടർ സദാശിവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ ബദ്രിനാഥിൻ്റെ അച്ഛനാണ്. അതോടെ അയാളുടെ ഗൗരവം തെല്ലൊന്ന് അയഞ്ഞു. അയാൾ പെട്ടെന്ന് തന്നെ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനോട് അവരെ ICUവിന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ICUവിന് മുന്നിൽ നിൽക്കുന്ന സിസ്റ്റർമാരിൽ ഒരാളോട് സത്യപ്രതാപൻ തൻ്റെ ആവശ്യമുന്നയിച്ചു. അവിടെ ബദ്രിനാഥിൻ്റെ അച്ഛനാണ് താനെന്ന് അയാൾക്ക് പറയേണ്ടി വന്നു. രണ്ടുപേരുടെയും അവസ്ഥകൾ വളരെ മോശമാണ് സാർ. 24 വയസ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രണ്ടുപേരുടെയും ബോഡി മരുന്നിനോട് പ്രതികരിക്കുന്നില്ല. എനിക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പറ്റുമോ? വരൂ എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ മുൻപോട്ട് നടന്നു. രേണു, നീ ആ കസേരയിൽ പോയിരിക്കെ, ഞാനിപ്പോൾ വരാം. രേണുക അയാൾ പറഞ്ഞത് കേട്ട് അവിടെയുള്ള കസേരകളിൽ ഒന്നിൽ പോയിരുന്നു. ഡോക്ടർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച അമ്മയുടെയും മകളുടെയും ബന്ധുവാണ്. ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെന്ന് സിസ്റ്റർ പറഞ്ഞു. ഇരിക്കൂ. മുന്നിലെ ചെയറിലേക്ക് കൈ ചൂണ്ടി ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ പേഷ്യൻസിൻ്റെ ആരാ? റിലേറ്റീവ്സാണ്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഡോക്ടർ? രക്ഷപ്പെടാൻ 1% ചാൻസ് ഉണ്ടോ? രക്ഷപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഈ അവസ്ഥയിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല മിസ്റ്റർ സത്യപ്രതാപൻ. സത്യപ്രതാപൻ, ആ സ്ത്രീയുടെ ബോഡി വളരെ വീക്കാണ്. അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് 1% പോലും ഉറപ്പില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ല. സ്ട്രോങ് ബോഡി ആയതുകൊണ്ട് വിഷം ഉള്ളിൽ ചെന്നിട്ട് അധികം ടൈം ആവാത്തതുകൊണ്ടും ചിലപ്പോൾ രക്ഷ കിട്ടിയേക്കാം. എന്തിനും അവരുടെ ബോഡി മെഡിസിനോട് പ്രതികരിക്കാൻ തുടങ്ങണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പുരോഗതി ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഡോക്ടർ കൈമലർത്തിയതുപോലെ പറഞ്ഞു. ഞങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണോ? നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാകും മിസ്റ്റർ സത്യപ്രതാപൻ. എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല. ഇതിലും വലിയ ചികിത്സ കിട്ടാനുമില്ല. നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. പതിയെ തലയാട്ടിക്കൊണ്ട് അയാൾ ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ICUയുടെ മുന്നിലെത്തുമ്പോൾ രേണുകയ്ക്ക് അരികിൽ ബദ്രിയും മഹാദേവനും ഉണ്ടായിരുന്നു. മഹാദേവനെ അവിടെ കണ്ടതും സത്യപ്രതാപൻ അവജ്ഞയോടെ മുഖം തിരിച്ചു. വെള്ള പുതിപ്പിച്ച ശരീരങ്ങൾ നേരിട്ട് കാണാൻ ആയിരിക്കുമല്ലേ ഓടിക്കിതച്ചു വന്നത്? നിനക്ക് നാണമില്ലേ ബദ്രി? ജീവിതത്തിൽ കോമാളി വേഷം കെട്ടിയാടിയ ഇയാളെയും എഴുന്നള്ളിച്ചും കൊണ്ടുവരാൻ. ശവം തിന്നാൻ കൊതി കൊണ്ട് നടക്കുന്ന ശവം തീനികൾ. അയാൾ അറപ്പോടെ ഗ്രില്ലിനടിയിലൂടെ പുറത്തേക്ക് തുപ്പി. അച്ഛാ, ഇതൊരു ഹോസ്പിറ്റലാണ്, അതായത് ഒരു പബ്ലിക് പ്ലേസ്. അച്ഛനെന്ന പോലെ അമ്മാമ്മയ്ക്കും ഇവിടെ നിൽക്കാൻ അവകാശമുണ്ട്, ബദ്രി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അതോടെ സത്യപ്രതാപൻ കുറച്ചകലെയുള്ള കസേരയിൽ പോയിരുന്നു. മഹാദേവൻ രേണുകയ്ക്ക് അരികിലേക്ക്. 22 വർഷങ്ങൾ ഏറെയായി ആ സഹോദരനും സഹോദരിയും പരസ്പരം വേണ്ടിയിട്ട്. ഭ്രാന്തനെ പോലെ തലകുനിച്ചിരിക്കുന്ന മഹാദേവനെ രേണുകയൊന്ന് പാളി നോക്കി. എന്നും പൗരുഷത്തോടെ തലയുയർത്തിയെന്ന് കണ്ടിട്ടുള്ള ഏട്ടനെ ഇന്നീ അവസ്ഥയിൽ കണ്ടപ്പോൾ രേണുകയുടെ നെഞ്ചിലൊരു വിങ്ങലുണ്ടായി. നാഴികകൾ പലതും കടന്നുപോയി. പോസിറ്റീവായ ഒരു വാർത്തയും അവരെ തേടി വന്നില്ല. പിറ്റേന്ന് നേരം വെളുത്ത് ഉച്ചയായി വൈകുന്നേരമായി. പലതരം മരുന്നുകൾ ICUവിനുള്ളിലേക്ക് വാങ്ങിപ്പിക്കുന്നതല്ലാതെ വേറെയൊരു വിവരവും പുറത്തേക്ക് വന്നില്ല. ബദ്രിക്ക് അവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഹോസ്പിറ്റലിലൊരു റൂമെടുത്ത് അവൻ അതിനുള്ളിലേക്ക് മാറി. മഹാദേവനെയും കൂടെ വിളിച്ചെങ്കിലും അയാൾ ചെന്നില്ല. ഇതിനിടയിൽ ന്യൂസ് എങ്ങനെയോ ലീക്കായി. പ്രശസ്ത സിനിമാ പിന്നണി സംഗീതജ്ഞൻ മഹാദേവൻ മാസ്റ്ററുടെ ഏതു ബന്ധുക്കൾ വിഷം കഴിച്ചു ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചും കൊണ്ട് ഹോസ്പിറ്റലിലാണെന്ന് എല്ലാ ചാനലുകളിലും ന്യൂസ് പോയിക്കൊണ്ടിരുന്നു. ബദ്രിയുടെ നിർദ്ദേശപ്രകാരം ഹോസ്പിറ്റലിന് പുറത്ത് കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തി. ഹോസ്പിറ്റലിനകത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകനെയും കടത്തിവിടാൻ പോലീസ് അനുവദിച്ചില്ല. ഡോക്ടർ പുറത്തേക്ക് വരുന്നത് കണ്ടതും മഹാദേവൻ എഴുന്നേറ്റ് അയാൾക്കരികിലേക്ക് ചെന്നു. മഹാദേവനെ കണ്ടതും ഡോക്ടറുടെ മിഴികളിലൊന്ന് വിടർന്നു. സാറെന്താ ഇവിടെ? ആരെങ്കിലും ICUവിനുള്ളിലുണ്ടോ?
ഡോക്ടർ ആകാംക്ഷയോടെ തിരക്കിയതും മഹാദേവൻ പെട്ടെന്ന് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്ക് യാമിനിയെയും മോളെയും ഒന്ന് കാണണം. മാസ്റ്ററുടെ ആരാ അവർ? ഡോക്ടറുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞില്ല. മാസ്റ്റർ കയറി കണ്ടോളൂ, ഇദ്ദേഹത്തെ അവരുടെ അടുക്കലേക്കൊന്ന് കൊണ്ടുപോകൂ. സിസ്റ്ററുടെ പിന്നാലെ മഹാദേവൻ നടന്നു പോകുന്നത് സത്യപ്രതാപൻ ദേഷ്യത്തോടെ നോക്കിയിരുന്നു. ഇവിടെ വെച്ച് ഒരു വഴക്ക് വേണ്ട എന്ന് രേണുക അദ്ദേഹത്തോട് കണ്ണു കാണിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചത് വല്ലാത്തൊരു തണുപ്പ് മഹാദേവൻ മാസ്റ്ററെ പൊതിഞ്ഞു. ആ തണുപ്പ് മരണത്തിൻ്റേതാണെന്ന് അയാൾക്ക് തോന്നി. ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന യാമിനിയുടെ അരികിൽ അയാൾ ചെന്നു നിന്നു. ദേവേട്ട, നിങ്ങൾ അവിടെ എന്തെടുക്കുക? എനിക്ക് ദേഷ്യം വന്നാൽ ഞാനൊരു വരവങ്ങ് വരും. വീട്ടിലുള്ള സമയമെങ്കിലും നിങ്ങൾക്കെൻ്റെ അടുത്തിരുന്നാൽ എന്താ കുഴപ്പം? യാമിനിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അയാളുടെ കാതുകളിൽ അലയടിച്ചത് അവളുടെ സ്വരമായിരുന്നു. ഭംഗിയാർന്ന മുഖം ആകെ കരിവാളിച്ചിരിക്കുന്നു. തുടുത്ത കവിളുകൾ എല്ലുന്തി ശോഷിച്ചു പോയി. റോസാപ്പൂവിതൾ പോലെയുള്ള അവളുടെ ചുണ്ടുകളിൽ ഇപ്പോൾ നീല നിറത്തിൻ്റെ ലാഞ്ചന. യാമി, ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ യാമി. നമ്മുടെ മോനോട് ഞാനെല്ലാം ഏറ്റുപറയാം. അവൻ്റെ അമ്മ എന്നും പരിശുദ്ധിയായിരുന്നുവെന്ന് ഞാൻ അവനെ മനസ്സിലാക്കി കൊടുക്കാം. നിനക്ക് കാണണ്ടേ യാമി? നിൻ്റെ മോനെ നിനക്ക് കാണണ്ടേ? അവനെ കാണാതെ നിനക്ക് ഭൂമിയിൽ നിന്നും പോകാൻ കഴിയുമോ? യാമി, നിന്നെ എന്നിൽ നിന്ന് തളച്ചിടാൻ വേണ്ടി ഞാനൊരുക്കിയ നാടകം, അതിൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതാത്ത കാര്യങ്ങളാണ് പിന്നീടുണ്ടായത്. എല്ലാം കൈവിട്ടു പോയപ്പോൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു എനിക്ക്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ നെഞ്ചിലെ തീ അണഞ്ഞിട്ടില്ല. പലയിടത്തും ഞാൻ നിന്നെ തിരഞ്ഞിട്ടുണ്ട്. അമ്മയെ വെറുക്കുന്ന മകനല്ലേ എൻ്റെ കൂടെയുള്ളത്. അവനെ അറിയിക്കാതെയുള്ള അന്വേഷണം, അത് എത്ര ശ്രമകരമായിരുന്നില്ല. അയാൾ കുനിഞ്ഞെന്ന് യാമിനിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു. ഞാൻ പുറത്തുണ്ടാകും, നീ വരുന്നതും കാത്ത്. അയാൾ തൊട്ടടുത്ത കിടക്കുന്ന നദിയുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ മനോഹരമായ മുഖത്തേക്ക് അയാൾ കുറച്ചു നേരം നോക്കി നിന്നു. നിനക്കെൻ്റെ അമ്മയുടെ മുഖമാണല്ലോ കുഞ്ഞ്. അച്ഛൻ്റെ മോള് മുത്തശ്ശിയെപ്പോലെ സുന്ദരിയാണ്. എൻ്റെ കുഞ്ഞിനെ ആദ്യമായി അച്ഛൻ കാണുന്നത് ഇങ്ങനെയൊരു അവസ്ഥയിലായിരിക്കും പോയല്ലോ ദൈവമേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന നിമിഷം നീ ഏറ്റവും അധികം വെറുക്കുന്നത് ഈ അച്ഛനെ ആയിരിക്കില്ലേ? അച്ഛൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് അമ്മ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്നെങ്കിലും ഒരിക്കൽ ഈ അച്ഛനെ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അന്ന് പറഞ്ഞു തരാം അച്ഛനല്ല. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ വലതുകൈ ചുണ്ടോട് ചേർത്തു. ആ നിമിഷമാണ് നദി ഒന്നനങ്ങിയത്. മഹാദേവൻ്റെ വിരലിൽ അവളുടെ കൈതലം മുറുകി. സിസ്റ്റർ എന്ന വിളിയിൽ തന്നെ അവിടെയുള്ള 2 സിസ്റ്റർമാർ ഓടിയെത്തി. നദിയെന്ന് നോക്കിയതും അവരിൽ ഒരാൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കാനായി ഓടി. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നതുവരെ മഹാദേവൻ്റെ നെഞ്ച് കിടന്ന് പിടക്കുകയായിരുന്നു. മാസ്റ്റർ, മിടിക്കുന്ന ഹൃദയത്തോടെയാണ് മഹാദേവൻ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കിയത്. എന്നാൽ ഡോക്ടറുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും അയാളുടെ ഉള്ളിലേക്ക് ഒരു ശീതക്കാറ്റ് വീശി. നദി അപകടനില തരണം ചെയ്തിരിക്കുന്നു. യാമിനിയുടെ കാര്യത്തിൽ ഇതുവരെയൊന്നും പറയാനായിട്ടില്ല. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ വെന്റിലേറ്ററിലേക്ക് മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ യാമിനിയെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകട്ടെ? മഹാദേവൻ ചോദിച്ചതും ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ ആവാം. ഇപ്പോഴല്ല, അവർക്ക് ബോധം തെളിയട്ടെ, മരുന്നിനോട് പ്രതികരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഞാൻ എതിര് നിൽക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് നടന്നു. മഹാദേവൻ മാസ്റ്റർ നദിക്കരിലായി കസേരയിൽ ഇരുന്നു. അപ്പോഴും അയാളുടെ വിരലിൽ അവൾ മുറുക്കി പിടിച്ചിരുന്നു. ആ വിരലിനെ വേർപെടുത്താതെ അയാൾ മറുകൈ കൊണ്ട് കൈവിരലുകളെ തഴുകി. ദേവേട്ടാ, മോന് 7 വയസ്സ് കഴിഞ്ഞില്ലേ? ഇനി നമുക്കൊരു മോളെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? ഏട്ടൻ്റെ പുന്നാര അനിയത്തിയായി അവൾ വരുന്നത് നമുക്ക് കാണണ്ടേ ദേവേട്ടാ? യാമിനിയുടെ ചോദ്യം അവിടെ മുഴങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏട്ടനും അനിയത്തിയും. അവരെന്തെങ്കിലും പരസ്പരം സ്നേഹിക്കുമോ? അയാളുടെ മനസ്സിലേക്കപ്പോൾ രേണുകയുടെ മുഖമാണ് ഓടി വന്നത്. ഇതുപോലെ 7 വയസ്സ് താഴെയുള്ളവൾ എത്ര ലാളിച്ചാണ് താൻ അവളെ വളർത്തിയത്. എന്നിട്ടും യാമി പടിയിറങ്ങിപ്പോയതിനു ശേഷം ഇന്ന് വരെ അവൾ തന്നോട് മിണ്ടിയിട്ടില്ല. അവൾക്ക് ഈ ഏട്ടൻ 22 വർഷമായി അന്യനാണ്. ഈ വർഷങ്ങൾക്കിടയിൽ എത്രയോ തവണ താൻ അസുഖബാധിതനായി കിടന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും അവൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കുട്ടിക്കാലം മുതലുള്ള കൂട്ടാണ് സത്യപ്രതാപനുമായി. എൻ്റെ ഉള്ളിലെ വേദനകൾ എന്നേക്കാൾ മുൻപേ അറിയുന്നവൻ.
എന്നിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ഒരു ഏട്ടനെ പോലെ ശാസിക്കുന്നവൻ. അവന് യാമി അനിയത്തിയായിരുന്നു. ഒരു സഹോദരനോട് കാണിക്കുന്ന കുറുമ്പുകളെല്ലാം അവൾ അവനോട് കാണിക്കുമ്പോൾ ചിരിയോടെ നോക്കി നിന്നിട്ടുണ്ട് താൻ. തെളിഞ്ഞ മാനം പോലെ പരിശുദ്ധമായ മനസ്സായിരുന്നു അവന്. അതുകൊണ്ട് തന്നെ രേണുവിനെ അവൻ സ്നേഹിക്കുമെന്ന് അറിഞ്ഞപ്പോൾ വേറെയൊന്നും നോക്കാൻ ഇല്ലായിരുന്നു തനിക്ക്. അവൾക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും നല്ലതിനെ കൊടുക്കുക എന്നത് മാത്രമാണ് ആഗ്രഹിച്ചിരുന്ന തനിക്ക്. അവനേക്കാൾ നല്ലതായി വേറൊന്നിനെയും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പലരും എതിർത്തു. തറവാട്ടിലെ കാര്യസ്ഥൻ്റെ മകനെ മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് എന്ന് ചോദിച്ചു ബന്ധുക്കൾ പലരും അധിക്ഷേപിച്ചു. അതൊന്നും താനന്ന് ചെവി കൊണ്ടില്ല. മുന്നിൽ രേണുവിൻ്റെ ഭാവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപൻ്റെ കൈകളിൽ അവൾ സുരക്ഷിതയായിരിക്കുമെന്നുള്ള ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. കൂട്ടുകാരനെ പോലെ ആയിരുന്നില്ല രേണുവും യാമിനിയും. ഒരമ്മയുടെ മക്കളെ പോലെയായിരുന്നു, ഇരട്ടകളെ പോലെയായിരുന്നു. ആരുമില്ലാത്തവളാണ് താനെന്ന് യാമി പറയുന്നത് പോലും രേണുവിന് സഹിക്കുമായിരുന്നില്ല. രേണു ബദ്രിയെയും യാമി കാർത്തിയെയും ഗർഭം ധരിച്ച് ഒരേ സമയം ആയിരുന്നു. താനും പ്രതാപനും എങ്ങനെയായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ബദ്രിയും കാർത്തിയും. സർ, സിസ്റ്ററിൻ്റെ വിളിയാണ് അയാളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. കുറേ നേരമായില്ലേ സാർ ഇതിനുള്ളിലേക്ക് വന്നിട്ട്? ഇനി പുറത്തു പോയിരുന്നുള്ളൂ, വിവരങ്ങൾ ഞങ്ങൾ അറിയിക്കാം. അത് കേട്ടതും മഹാദേവൻ പതിയെ എഴുന്നേറ്റു. അപ്പോഴും നദിയുടെ വിരലുകൾ അയാളിൽ പിടിവിട്ടിരുന്നില്ല. പതിയെ അയാൾ ആ വിരലുകൾ വേർപ്പെടുത്തിയതിന് ശേഷം ഒന്നുകൂടി ആ കൈവെള്ളയിൽ ചുംബിച്ചു. ഇനി നിൻ്റെ അരികിൽ എനിക്കിരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നെ കാണുന്ന നിമിഷം നിൻ്റെ കണ്ണുകളിൽ വെറുപ്പ് നിറയും. അത് കാണാനായി അച്ഛൻ നിൽക്കില്ല. നദിയോട് മൗനമായി യാത്ര പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. നടക്കുന്നതിനിടയിലും അയാൾ മിഴികൾ യാമിനിയുടെ നേർക്ക് നീളുന്നുണ്ടായിരുന്നു. തരില്ലെന്നറിയാം, എങ്കിലും ചോദിക്കുകയാണ്. ചെയ്തു പോയതിനെല്ലാം മാപ്പ്. ICUവിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ അയാളുടെ പോക്കറ്റിലിരുന്ന ഫോൺ ശബ്ദിച്ചു. മറുപുറത്ത് കാർത്തിയാണെന്ന് കണ്ടതും അയാളുടെ നെഞ്ചിലൊരു ആന്തലുണ്ടായി. കാർത്തി, അച്ഛനിതെവിടെയാ? ഞാൻ പറയാൻ ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛൻ എവിടെയുണ്ടെന്ന് TV-യിൽ ഇതാ ഫ്ലാഷ് ന്യൂസ് എഴുതി പോകുന്നുണ്ട്. വല്ലവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് അച്ഛനെന്തിനാ അവിടെ ചെന്ന് കിടക്കുന്നത്? ആ പെണ്ണ് മാത്രമേ ഈ ഭൂമിയിൽ പാട്ട് പാടാനുള്ളതായുള്ളൂ. അല്ല, രണ്ടിൻ്റെയും തലയ്ക്കകത്ത് എന്താ? ബദ്രിയെ ഞാൻ കുറേ സമയമായി വിളിക്കുന്നു. അവൻ ഫോൺ എടുക്കുന്നു പോലുമില്ല. മഹാദേവൻ മാസ്റ്റർ. കാർത്തിയോട് സംസാരിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്നുള്ള ആ വിളി മഹാദേവൻ കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയതും ഡോക്ടറാണ് മുന്നിൽ. സോറി മാസ്റ്റർ, യാമിനിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഷീ ഈസ് നോ മോർ. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, അതിന് ബോധം വന്നു. ഫോൺ കട്ട് ചെയ്തിട്ടില്ല എന്ന് പോലും ചിന്തിക്കാതെ മഹാദേവൻ ഡോക്ടറുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി നിന്നു. ഞാൻ ചോദിച്ചല്ലേ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകണമോ എന്ന്? നിങ്ങൾ സമ്മതിക്കാതെയല്ലേ? മാസ്റ്റർ, അവരൊരു പേഷ്യൻ്റാണ്. ബോഡി വളരെ വീക്കാണ്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചില്ലെങ്കിലും അവർ മരിക്കും മാസ്റ്റർ. 1-2 ദിവസം നീണ്ടുപോകുമായിരുന്നിരിക്കും. അതിലപ്പുറം അവർക്ക് ആയുസ്സില്ല. അപ്പോഴേക്കും അവർക്കിടയിലേക്ക് സത്യപ്രതാപൻ കയറി വന്നിരുന്നു. അതോടെ ഡോക്ടർ അയാളുടെ നേർക്ക് തിരിഞ്ഞു. എന്നാൽ ഫോണിൻ്റെ മറുപുറത്ത് യാമിനി എന്ന പേരിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു കാർത്തിക്. അപ്പോൾ തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.